ഇന്നില്ലേ നമുക്ക് പൈനാപ്പിളും ക്യാരറ്റും വെച്ചിട്ട് നല്ലൊരു സൂഫ്ലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് പൈനാപ്പിളും ക്യാരറ്റും ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ചരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ പൈനാപ്പിളും പിന്നെ 2 ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ചരിച്ചിട്ട് വെച്ചിട്ടുള്ള പൈനാപ്പിളിനെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് ഷുഗർ ആഡ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പൈനാപ്പിളിനെ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റും ഇതേപോലെ തന്നെ വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ പിന്നെ ഒരു സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഞാൻ അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നു. ഇനി ഇതിലേക്കും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കും 2-3 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഷുഗർ ആഡ് ആക്കിയിട്ട് ഇതിനെയും ഒന്ന് നെയ്യിൽ വേവിച്ചിട്ട് എടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ കഴിയില്ല. നെയ്യിൽ തന്നെ ഷുഗർ അരിഞ്ഞിട്ട് അതിൻ്റെ വെള്ളത്തിൽ തന്നെ ഈ ക്യാരറ്റും പൈനാപ്പിളും ഇതേപോലെ വേവിച്ചിട്ട് എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഫ്ലെയിം ഹൈ ആക്കിയാൽ അത് പിന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ അതിനോണ്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളും ക്യാരറ്റ് ഏകദേശം അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നു. രണ്ടും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് സാഗു ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ സാഗു നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കോൺഫ്ലോർ മിക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അത്ര പാലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചൂടുള്ള പാലല്ല, തണുത്ത പാൽ തന്നെ ഇതേപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ട് ഒരു കട്ടൊന്നില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതിനെ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പാലിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം മിക്സാക്കിയിട്ട് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അടിയിൽ കട്ട പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് വേണ്ടത്ര ഷുഗർ ആഡ് ആക്കിയിട്ട് കൊടുക്കണം. അതിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല തിക്ക് കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് നല്ല തിക്കായിട്ട് വരും തിളച്ച് വരുമ്പോൾ. അപ്പോൾ ഇതേപോലെ കൈയെടുക്കാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിന്. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. ഇനി ഞാനിതിനെ ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ള പൈനാപ്പിളും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല പാലിലെല്ലാം പൈനാപ്പിളും ക്യാരറ്റെല്ലാം നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക.
അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു 5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെച്ചതാണ്. ഇത് നന്നായിട്ട് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നു. വാനില ഐസ്ക്രീമാണ് ഇടേണ്ടത്. അപ്പോൾ ഇതേപോലെ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഐസ്ക്രീം ഇതേപോലെ മിക്സാക്കി കൊടുക്കുക. ഇനിയില്ലേ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഗീയിൽ റോസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കൻ്റെ പൊടി. ഇത്ര തന്നെ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ സൂഫ്ലെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സീ യു അഗെയിൻ വിത്ത് അനദർ റെസിപ്പി. ബൈ.